ഹരിഹി ഓം. നാലാമത്തെ ശ്ലോകം ചേർത്തി വായിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വം ആഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളഃ ത്വം സകല ഇതി വചഃ ത്വത്കലാസ്വേവ ഭൂമൻ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യത്ക്രിയാം ഈക്ഷണാഖ്യാം. നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യത്ക്രിയാം ഈക്ഷണാഖ്യാം. തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാഹ സംശുദ്ധമംശം കമപി തം അധിരോധായകം സത്വരൂപം സ ത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അഞ്ചാമത്തെ ശ്ലോകത്തിൽ പദങ്ങൾ എങ്ങനെയാ മുറിച്ചിട്ടുള്ളത് നോക്കാം. നിർവ്യാപാരോപി, നിർവ്യാപാര അപി എന്ന് പറഞ്ഞു, അതാണ് നിർവ്യാപാരോപി. നിഷ്കാരണം അജ എന്നാണ് വായിക്കേണ്ടത്. നിഷ്കാരണം മജാല അജ. അജ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവൻ എന്ന് വേണം അർത്ഥമെടുക്കാൻ. ഭജസേ യത് ക്രിയാം ഈക്ഷണാഖ്യാം. ക്രിയാം ഈക്ഷണാഖ്യാം, അതാണ് ക്രിയാം ഈക്ഷണാഖ്യാം എന്ന് വന്നിട്ടുള്ളത്. തേനൈവോദേതി, തേന ഏവ ഉദേതി എന്നാണ്, മൂന്ന് വാക്കായിട്ട് വരും. അതാണ് തേനൈവോദേതി. പദം മുറിച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അറിഞ്ഞിരിക്കണമല്ലോ നമ്മള്, അതുകൊണ്ടാണ് കേട്ടോ. തേന ഏവ ഉദേതി, ഈ മൂന്ന് വാക്കാണ്. തേനൈവോദേതി ലീനാ പ്രകൃതി രസതി എന്നുണ്ട്. പ്രകൃതി അസതി എന്ന് വായിക്കണം. രസതിയല്ല, അസതി. പ്രകൃതി അസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാഹ സംശുദ്ധം അംശം വായിക്കുമ്പോൾ, സംശുദ്ധമംശം വായിക്കുമ്പോൾ ഒന്നിച്ചെങ്ങനെ വായിക്കാം, അല്ലെങ്കിലോ സംശുദ്ധം അംശം എന്ന് വായിക്കണം. കമപി തമധിരോധായകം എന്നുണ്ട്. തം അധിരോധായകം എന്നാണ് വരിക, രണ്ട് വാക്ക്. തം അതിരോധായകം സത്വരൂപം സ ത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ എന്ന് വായിക്കണം. സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. ഇങ്ങനെയാണ് പദം മുറിച്ച് വായിക്കുക. ഈ സാമാന്യ അർത്ഥം കൂടി നോക്കാം. അജ, ഹേ അജ, അല്ലയോ അജനായ ഭഗവാനെ, അങ്ങ് സ്വതവേ തന്നെ ഒരു ചേഷ്ടയും ഇല്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ യാതൊരു പ്രവർത്തനവും ഇല്ലാത്തവനാണ്. നമുക്ക് പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപാരവും ഇല്ല. അതാണ് നിർവ്യാപാരം എന്ന് പറയാൻ കാരണം. പിന്നെ നിഷ്കാരണം, ഒരു കാരണവും കൂടാതെ ഈക്ഷണം എന്ന ഒരു പ്രവൃത്തി കൊണ്ട്, കൈക്കൊണ്ടുകൊണ്ട് ഒന്ന് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇല്ലാത്തതായി തോന്നിയിരുന്നു എങ്കിലും ലയിച്ചു കിടന്നിരുന്ന പ്രകൃതിയുമായ കൽപ്പത്തിന്റെ തുടക്കത്തിൽ ഉണർന്നു വന്നത്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റത് എന്നും പറയാം. തൻ്റെ തികഞ്ഞ മഹിമാവിനാൽ, മഹത്വത്തിനാൽ, തനിക്ക് അപാരമായ ഒരു മഹിമാവുള്ളതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനും വൈകുണ്ഠവാസിയായ ശ്രീ മഹാവിഷ്ണു ആ അങ്ങ് നിർവ്യാപാരനായിട്ടുള്ള അവിടുന്ന് ആ പ്രകൃതി മായയുടെ ഒന്നിനോടും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതുമായ സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ ആ ഒരു അംശത്തെ കൈകൊണ്ടുകൊണ്ട് രൂപത്തെ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവതാരമെടുക്കുന്നു എന്നർത്ഥം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപാരവും ഇല്ല. പക്ഷേ ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. എങ്ങനെയാ സൃഷ്ടിക്കുന്നത്? അത്രേ തൻ്റെ ഒരു ഈക്ഷണം എന്ന് പറഞ്ഞാൽ നോട്ടം എന്നർത്ഥം. ഒരു നോട്ടം കൊണ്ടാണത്രേ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഭഗവാൻ തൻ്റെ മായാശക്തി ഉണർത്തി മായയോടാണ് ലോകത്തെ സൃഷ്ടിക്കാനായിട്ട് ഏർപ്പാടാക്കുന്നത്. ഭഗവാന് അത്ര മഹിമയുണ്ട്. ഈ സൃഷ്ടിച്ച ലോകത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അതിന് പുറമെ പുറത്തും ഭഗവാൻ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ സൂക്തത്തിൽ പറയും, അന്തർബഹിച്ച സർവം തത്സർവം വ്യാപ്യ നാരായണ സ്ഥിരം. ഉള്ളിലും പുറത്തും ഇടത്തും വലത്തും സർവസ്ഥലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഈ നാരായണ ചൈതന്യമാണ്. അതിനെയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഭഗവാനെ ഒരു വ്യാപാരവുമില്ലാത്തവനാണെങ്കിലും ഒരു കലത്വമില്ലാതെ സത്വഗുണത്തോടുകൂടി അങ്ങ് രൂപത്തെ എടുത്തുകൊണ്ട് ഇവിടെ അവതാരങ്ങൾ എടുത്തുകൊണ്ട് ലീലയാടുന്നുവല്ലോ എന്ന് പ്രശംസിക്കുകയാണ്. ഇനി ഒന്നുകൂടെ നമുക്ക് ശ്ലോകം വായിക്കാം. നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേ യത്ക്രിയാം ഈക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിഃ അസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാഹ സംശുദ്ധം അംശം കമപി തം അധിരോധായകം സത്വരൂപം സ ത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ആറാമത്തെ ശ്ലോകം. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്ക ലീലാ നിലയനം അമൃത സ്യന്ദസന്തോഹമന്ദഃ സിഞ്ജത് സഞ്ചിന്തകാനാം വപുഃ അനുകലയേ മാരുതാകാരനാഥ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പദങ്ങൾ എങ്ങനെയാ മുറിക്കാൻ നോക്കാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകലായാവലീ കേളികാരം. ഒറ്റ വാക്കാണ് ഈ ആദ്യത്തെ വരിയില് തത്തേ എന്നുള്ള വാക്ക്. തത്തേ എന്ന് പറഞ്ഞാലോ തത് തേ, അല്ലാതെ നമ്മൾ കൊണ്ടുവരുന്ന തത്തയല്ല. തത്തയല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ തത് തേ പ്രത്യഗ്രധാരാധര ലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യ ഏകസാരം. അതാണ് ലാവണ്യസ്യൈകസാരം. പ്രകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. ഇവിടെ ഒന്നും മുറിക്കാനില്ല. ലാവണ്യസ്യൈകസാരം, ലാവണ്യസ്യ ഏകസാരം. അത് ബുദ്ധിമുട്ടായിരിക്കും വായിച്ചു പോവാൻ. ഇങ്ങനെ തന്നെ വായിക്കാം. ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മി നിശങ്കലീല നിലയനം അമൃത എന്നാണ് വരുന്നത്. ലക്ഷ്മി നിശങ്ക ലീലാനിലയനം അമൃത, അല്ലെങ്കിൽ നിലയനം അമൃത എന്ന് പറയണം. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ പദം മുറിച്ചാൽ മതി. ലക്ഷ്മി
നിശങ്ക ലീലാനിലയനം അമൃതസ്യന്ത സന്തോഹം അന്തഃ സിഞ്ചത് സഞ്ചിന്തകാനാം വപുഃ അനുകലയേ മാരുതാകാരനാഥ. വപുഃ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരം എന്നർത്ഥം. സിഞ്ചത് സഞ്ചിന്തകാനാം വപുഃ അനുകലയേ മാരുതാകാരനാഥ എന്നാണ് പറയുന്നത് ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട്. ഭഗവാനെ പ്രത്യഗ്രധാരാധര ലളിതകലായാവലീ കേളികാരം. പ്രത്യഗ്രധാര എന്ന് പറഞ്ഞാല് പുതുമേഘങ്ങൾ എന്നാണ് അത്ര അർത്ഥം. അങ്ങനെയുള്ള പുതുമേഘങ്ങൾ ചന്തമിയെന്ന കാശാവിൻ പൂക്കൂട്ടങ്ങളുടെയും വിളയാട്ടം കാട്ടുന്ന ലാവണ്യത്തിന്റെ മികച്ച സത്തായ സുഹൃതം ചെയ്തവരുടെ കണ്ണുകളുടെ നിറഞ്ഞ പുണ്യം തന്നെയായി അവതരിച്ച ശ്രീ ഭഗവതിക്ക് കൂസൽ കൂടാതെ വിളയാടാനുള്ള സ്ഥാനമായ ധ്യാനനിരതരായവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്ന ഗുരുവായൂരപ്പ, അവിടുത്തെ ആ ശരീരത്തെ ഞാൻ നിരന്തരമായി ധ്യാനിച്ചു കൊള്ളുന്നു. ഭഗവാന്റെ അതിമനോഹര രൂപത്തെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് ഭട്ടതിരിപ്പാട്. പുതുമേഘം ആകാശത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണല്ലേ. അതുപോലെ തന്നെയാണ് കായാമ്പൂ പറഞ്ഞിട്ടൊരു പൂവുണ്ട്, പൂക്കൂട്ടങ്ങളുണ്ട് പറയുന്നുണ്ട്. അതും വളരെ ഭംഗിയാണ്. അത്രയും ഭംഗിയുള്ള ശരീരത്തോടു കൂടിയവനാണ് അത്രയും ഭഗവാൻ. ലാവണ്യത്തിന്റെ ഏകസാരം ആണ് ഭഗവാൻ. പിന്നെ ആർക്കായി ഈ ശരീരത്തെ കാണാൻ സാധിക്കുക? സുഹൃതി ജനദൃശാം, സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരമാണ് ഭഗവാൻ. പുണ്യാവതാരമായി അവതരിച്ചുള്ള ഭഗവാൻ ലക്ഷ്മി ദേവിക്ക് നിശങ്കമായിട്ട് കൂസൽ കൂടാതെ വിളയാടാനുള്ള സ്ഥാനവും കൂടിയാണ് ഭഗവാന്റെ ഈ ശരീരം. മാത്രമല്ല ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ അമൃതധാരയെ, അമൃതസ്യന്ത സന്തോഹം, അമൃതധാരയെ വർഷിക്കുന്ന ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ ആ ശരീരത്തെ ഞാൻ നിരന്തരമായി ധ്യാനിച്ചു കൊള്ളട്ടെ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇത്രയും ഭംഗിയുള്ള എത്ര എത്ര നല്ല വാക്കുകളെ കൊണ്ട് ഭഗവാന്റെ ആ ശരീരം അറിഞ്ഞിരിക്കുന്നു നമ്മുടെ ഭട്ടതിരിപ്പാടല്ലേ. പുതുമേഘങ്ങളെ പോലെ ശോഭയുള്ള, കായാമ്പൂവിൻ്റെ ശോഭയുള്ള ആ ശരീരം ധ്യാനിക്കുന്നവർക്ക് അമൃതധാരയെ വർഷിച്ചു കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി ദേവിക്ക് നിശങ്കമായിട്ട് സന്ദേഹം കൂടാതെ സംശയം കൂടാതെ വിളയാടാനുള്ളതാണ് ആ ശരീരം. ആ ശരീരത്തിൻ്റെ ലാവണ്യത്തെ, ആ മനോഹാരിതയെ, ആ സൗകുമാര്യത്തെ, ആ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നവളാണ് സാക്ഷാൽ ലക്ഷ്മി ദേവി. അങ്ങനെയുള്ള ആ ശരീരത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ഭഗവാന്റെ സുന്ദര ശരീരം നല്ലപോലെ കണ്ടിട്ടല്ലാതെ ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ആ ശരീരം, ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ അവതാര ശരീരം നമ്മുടെ മനസ്സിലും ഓരോരുത്തരുടെ മനസ്സിലും ഗുരുവായൂരപ്പൻ തെളിഞ്ഞു വിളങ്ങിത്തരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഓരോരുത്തർക്കും വെക്കേണ്ടത്. ഇതിൻ്റെ ശ്ലോകം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഭഗവത്പാദത്തിൽ സമർപ്പിക്കാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകലാ യാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനം അമൃതസ്യന്ത സന്തോഹമന്തഃ സിഞ്ചത് സഞ്ചിന്തകാനാം വപുഃ അനുകലയേ മാരുതാകാരനാഥ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം.